ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങിയതാണല്ലോ ഈ ബന്ധമെന്ന് പറയുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം, ഉമ്മയും ബാപ്പയും തമ്മിലുള്ള ബന്ധം, അതിനുശേഷം മക്കളും ഉപ്പയും തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠാനുജന്മാര് തമ്മിലുള്ള ബന്ധം, അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങിയതാണ്. ആ ബന്ധങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നതാക്കണം. അല്ലാഹു ആകുന്ന സൃഷ്ടാവിലേക്ക് ഖൽബ് തിരിയുന്നതാക്കണം. അതല്ലാത്ത ബന്ധങ്ങൾ ഏതുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്തതാണ്. അന്യ പെണ്ണും അന്യ ആണും തമ്മിൽ ബന്ധമുണ്ടാവുക എന്നത് സത്യത്തിൽ സാധാരണ സംബന്ധിച്ച് മതവിശ്വാസി അല്ലാത്ത ആളെ സംബന്ധിച്ച് അതൊരു തെറ്റുള്ള സംഗതിയല്ല. കല്യാണം കഴിക്കാത്ത ആണും പെണ്ണും കൂടി ഒരു സ്ഥലത്ത് പോയാൽ ഒന്നും പറയാനില്ല. പറഞ്ഞോനെ സദാചാര പോലീസ് എന്നുള്ള പറഞ്ഞ ആള് സ്വീപ്പാക്കല. നമ്മൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയന്റെ കാലല്ലേ. കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഒറ്റക്കൊരു സ്ഥലത്ത് നിന്ന് അവർ സിഗരറ്റ് വലിച്ചാലും ശരി, വീടി വലിച്ചാലും ശരി, കഞ്ചാവ് വലിച്ചാലും ശരി, ആ കുട്ടികൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞവൻ സദാചാര പോലീസാണ് കാലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ട് ജനങ്ങൾ കണക്കാക്കണില്ല. അതേ സമയത്ത് നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ ബന്ധങ്ങളെല്ലാം പരിശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ബന്ധം പറ്റുന്നവരോട് മാത്രമേ ബന്ധപ്പെടാൻ പറ്റൂ. ആ ബന്ധങ്ങളെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിലും അവന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിലുമാകണം. ഏറ്റവും നല്ല ബന്ധം, ഏറ്റവും അടുപ്പമുള്ളതും അടുപ്പിക്കേണ്ടതുമായ ബന്ധം കുടുംബ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു അല്പസമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏറ്റവും നല്ല പരിഗണന കൊടുക്കേണ്ടത് ഭാര്യക്കും ഭർത്താവിനുമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബ ജീവിതങ്ങളൊക്കെ അല്ലാഹു തആല റാഹത്തിലാക്കി തരട്ടെ. എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ ഇടങ്ങളിൽ വലിയ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നേരിടുന്ന വളരെ കാര്യമായ പ്രശ്നമാണ് ഈ കുടുംബജീവിതത്തിന്റെ പ്രശ്നമെന്ന് പറയുന്നത്. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതം റാഹത്തിലാക്കി തരട്ടെ. നിസ്സാര പ്രശ്നങ്ങൾക്കാണ് വഴക്കുണ്ടാകുക. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അതാ ഒരാൾ വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയമാണ്. എന്തിനാണ് വരുന്നത്? ഭാര്യനെ കുറിച്ചുള്ള പരാതി പറയാനാണ് വരുന്നത്. ഭാര്യയെ കുറിച്ചുള്ള പരാതി പറയാൻ ഖലീഫയെ സമീപിക്കുകയാണ് ഒരാൾ. ഭരണാധികാരി നീതിമാനായ സ്വാതന്ത്ര്യ ഭാരതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ? ചരിത്രം മുഴുവനും നീതിമാനായ ഭരണാധികാരി എന്ന് എഴുതി വച്ചില്ലേ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളൊരു വഴിയിലൂടെ നടന്നാൽ ആ വഴിയിൽ ഇബ്ലീസ് വരില്ല എന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ തീർപ്പ് കൽപ്പിക്കുന്ന ആളാണ്. ഒരു വിഷയം മഹാനവറുകളുടെ മുമ്പിൽ എത്തിയാൽ അതിനപ്പോൾ തന്നെ തീർപ്പാണ് എന്ന് മാത്രമല്ല, സത്യം തുറന്നു പറയുന്നതിൽ വല്ലാതെ കണിശത കാണിക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ജമാഅത്ത് നടക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടിയ ഉടനെ മഅ്മൂമായി നിസ്കരിക്കുന്ന സ്വഹാബികളെ കൂട്ടത്തിൽ ഒരാൾ ഉടനെ തന്നെ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുകയാണ്. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇരിക്കടാ അവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞിരുന്നിട്ട് മൗമൂമിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കൊല്ല. നമ്മൾ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ദ്വാരക്കുന്ന കാണാറില്ലത് മദീനത്ത് നിന്ന് കിട്ടിയ സന്തോഷവും സുഗന്ധവുമല്ലേ? ഇപ്പൊ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുന്നത് ശരിയായ പണിയല്ല. ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. വിദേശത്തുനിന്ന് നല്ലതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രവാസികളാണല്ലോ നമ്മളെ കാര്യമായ എല്ലാ വിഷയത്തിലും സഹായിക്കുന്ന അല്ലാഹു തആല. ഈ ഉറൂസിന് തന്നെ ലീവ് എടുത്ത് കുറെ ആൾ വന്നിട്ടുണ്ടാവും.
വരാത്ത ആളൊക്കെ ഓൺലൈനിലുണ്ടാവും. അള്ളാഹുർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം നൽകട്ടെ. കൊണ്ടുവരേണ്ടതൊക്കെ കൊണ്ടുവരാൻ പാടില്ലാത്ത കുറച്ച് സംഗതികളുണ്ട്. ഞാനിപ്പോൾ വിശദീകരിച്ച് എൻ്റെ വിഷയത്തിന് മാറിപ്പോന്നുകൊണ്ട് പറയണില്ല. കാര്യമായൊരു സംഗതിയാണ് ഈ ചെറിയ തമ്മീസാകാത്ത മക്കളെ പള്ളിയിൽ കൊണ്ടുവന്ന പരിപാടി. ചെറിയ കുട്ടികളെ അത് അവിടെ ധാരാളം ഉണ്ട്. നിസ്കരിക്കണ സമയത്ത് മേലെല്ലാം ഓടിക്കളിക്കണുണ്ടാവും, മുമ്പിലും ബാക്കിലും ഒക്കെ ഉണ്ടാവും. കാരണം ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ ഇമാമിന്റെ അപ്പുറം മിമ്പറിൽ കയറിയിട്ടാലും ചില ആൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ? സത്യത്തിൽ അതൊരു സുഹൃല്ലതമാണ്. ഇമാം ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. മെഹ്റാബ് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലമാണ്. അവിടെ എല്ലാവരും കയറി നിസ്കരിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു സ്റ്റൈലില്ല. നമ്മുടെ നാട്ടിലാരെങ്കിലും മിമ്പറിൽ കയറി സുന്നത്ത് നിസ്കരിക്കുവോ? മെഹ്റാബ് കയറിയിട്ടില്ല. അപ്പൊ അത് അവിടെ നിന്ന് പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ പാടില്ലാത്തതും ഇറക്കേണ്ടതുമുണ്ട്. തവക്കുല് അത് ഉറക്കണ്ടിട്ട് പഠിക്കണം. മുട്ടിയാലും പൊട്ടിയാലും അലല്ലാഹ്. അത് അറബികളുടെ സ്വഭാവമാണ്. നല്ല മനസ്സലിവുള്ളവരാണ്, വിശാല മനസ്കരാണ്. ഞാൻ അവരെ ആക്ഷേപിച്ചതല്ല. ചില അറിയില്ലാത്ത ആളുകൾ പള്ളിയിൽ കൊണ്ടുവരുന്നത് കണ്ടിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. ഇരിക്കട്ടെ, സലാം വീട്ടി ഉടനെ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുന്നത് കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സ്റ്റൈൽ മുമ്പ് ഉണ്ടായിരുന്നില്ല. ദിക്റും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കാറുള്ളത്. ഇനി ആരെങ്കിലും യാത്രക്കാരോ മറ്റോ പെട്ടെന്ന് പോകേണ്ടവരുണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് ബാക്കിൽ വന്നിട്ട് ബാക്കിലത്തെ സഫ് എന്നാണ് പൊതുവെ സുന്നത്ത് നിസ്കരിക്കാറുള്ളത്. എന്നാൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ചിലപ്പോ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാമിന്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ആളുണ്ടാവും. എഴുന്നേറ്റ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു ദ്വാരക്കാൻ കഴിയില്ല, ദിക്റ് ചൊല്ലാൻ പറ്റില്ല. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും 2 കലിമത്ത് നസീഹത്ത് നടത്താൻ പറഞ്ഞാൽ പറ്റൂല. ഈ നിസ്കരിക്കുന്ന കടങ്ങാറാവും. എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഞാൻ പോകുന്ന പള്ളിയിൽ 2-3 ആഴ്ച നോമ്പിന്റെ 2-3 ആഴ്ച മുമ്പ് കർശനമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിസ്കരിക്കണമെങ്കിൽ ബാക്ക് പോയി നിസ്കരിക്കണം. സംഗതി നിസ്കരിക്കാനാണ് പള്ളി, പക്ഷെ അതിനൊക്കെ ഒരു സൗകര്യവും സമയങ്ങളും ഉണ്ട് എന്ന് ചുരുക്കം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ ഓർമ്മപ്പെടുന്ന നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല സദഖ കൊടുക്കണം. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണം റഹ്മാനെ. നല്ല റാഹത്തോടെ ഈ മഹാന്മാരെ ഉറൂസിന് സഹകരിക്കാൻ എല്ലാ സഹോദരിമാർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്കും ഞങ്ങളുടെ മരണപ്പെട്ടവർക്കും നൽകണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടിയ ഉടനെ അവിടെ നടുവിൽ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുന്ന ആളോട് പറഞ്ഞ് ഇരിക്കടാ അവിടെ. സുന്നത്ത് ഫർളിന്റെയും സുന്നത്തിന്റെ ഇടയിൽ വിട്ടുപിരിക്കാത്തതാണ് മുൻഗാമികൾക്ക് നാശം സംഭവിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഒറ്റയടിക്ക് ഫർളും സുന്നത്തും ഒന്നാക്കി നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികളൊന്ന് പകച്ചുപോയി ശബ്ദം കേട്ടിട്ട് ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്വാബക യബ്നൽ ഖത്താബ്, അസ്വാബക യബ്നൽ ഖത്താബ്. ഉമറേ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ എത്ര തീരുമാനങ്ങളോടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ഞാനത് വിശദീകരിക്കുന്നില്ല. ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോൾ ഒരാൾ പരാതി പറയാൻ വരുന്ന വിഷയം ഭാര്യയെ സംബന്ധിച്ചാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അടുക്കലെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരൽപ്പം ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് മുറ്റത്തെത്തിയപ്പോൾ ഇദ്ദേഹം കേൾക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ചൂടാകുകയാണ്, അല്ലെ കലമ്പാണ്. നിങ്ങളുടെ നാട്ടിൽ ഏതാണോ ഭാഷ ഉപയോഗിക്കാം. ഭർത്താവിനോട് പറയുന്ന ചില ശൈലികളുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് നല്ല ബോധം നൽകട്ടെ. പുതിയ കാലത്ത് ഈ കൊറോണ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ആരോഗ്യ പ്രശ്നമല്ല. ആളുകൾ മരിച്ചുപോയാക്ക് ശുഹദാക്കളെ കൂലിയിട്ട് ഒരു സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. അള്ളാഹു തആല അങ്ങനെ ആക്കി കൊടുക്കട്ടെ. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് മൂല്യച്യുതി സംഭവിച്ചു എന്നുള്ളതാണ്. സാംസ്കാരികമായ തകർച്ച ഉണ്ടായി. ഹയാ ജനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. കൊറോണക്ക് മുമ്പും ശേഷവും എന്ന 2 ഘട്ടങ്ങൾ വന്നു. ശേഷമുള്ള ഒരു അവസ്ഥയാണ് ഹയാ ഇല്ലാത്തൊരു ലോകം. ഞാൻ ഈ പറയുന്നതും ട്രോളാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ആണായാലും പെണ്ണായാലും ഭാര്യയും ഭർത്താവിനും ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ
ലോകത്ത് മുഴുവൻ എന്തും സംഭവിക്കാം, എന്തും പറയാം, ആരെക്കുറിച്ച് എന്തും പറയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വന്നു. ഈമാൻ എന്നതൊരു വിഷയമേ അല്ലാതായി പോയി. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആ കൂട്ടത്തിൽപ്പെട്ട സംഗതികളാണ് പെണ്ണുങ്ങള് ചക്ക പുഴുങ്ങാണ്. നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? ചക്കന്റെ കറി വെക്കുന്നത് വീഡിയോ പിടിക്കാണ്, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാം. പഴംപൊരി ദുന്യാവില് മലയാളി എവിടെ ഉണ്ടോ അവിടെ പഴംപൊരി ഉണ്ടോ? എന്നാലും പഴംപൊരിക്കണത് യൂട്യൂബിൽ ഇടുകയാണ്. എല്ലാവർക്കും അറിയ സംഗതി, വെറുതെ ഇടുകയാണ്. എല്ലാ സംഗതികളും മനുഷ്യന്മാർ ഉറങ്ങണതും കുളിക്കണത് വരെ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുകയാണ്, ഫേസ്ബുക്കിൽ ഇടുകയാണ്. എന്നിട്ട് ലൈക്കിനും കമന്റിനും കാത്തു നിൽക്കാണ്. ചീത്ത വിളിച്ചിട്ട് കമന്റ് അടിച്ചാൽ ഇവന് പൈസ കിട്ടും. അതാ അതിന്റെ പ്രത്യേകത. അള്ളാഹു നമുക്ക് ഹയാ നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു തആല ബലപ്പെടുത്തി തരട്ടെ. ആ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഏറ്റവും വലിയ തകർച്ചയാണ് ഉപ്പയും മകനുമായി അഭിനയിക്കാണ് ആളുകള്. എന്നിട്ട് ഉപ്പ മകനെ ചീത്ത വിളിക്കുന്നു, മകൻ ഉപ്പാനെ ചീത്ത വിളിക്കുന്നു, ഉപ്പ മകനെ അടിക്കുന്നു, മകൻ ഉപ്പാനെ തിരിച്ചടിക്കുന്നു, ഉപ്പാനെ കൂട്ടുകാരെ കൂടി വന്നിട്ട് ചീത്ത വിളിക്കുന്നു. ഇതെല്ലാം വീഡിയോയിൽ ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. നമ്മുടെ മക്കൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉപ്പയോടെങ്ങനെ സംസാരിക്കണമെന്നത് മദ്രസയിൽ പഠിച്ച മോനാണ് ഈ മകൻ. മദ്രസ ഏറ്റവും ഹൈറായ സംവിധാനം പഠിപ്പിച്ചിട്ടില്ലേ? ഉപ്പാന്റെ മുമ്പിലൂടെ നടക്കരുത്, മാതാപിതാക്കളെ മുന്നിലൂടെ നടക്കരുത്, മാതാപിതാക്കളെ മുന്നിൽ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കരുത്, ഗുരുജനങ്ങളോട് അദബ് പാലിക്കേണ്ടതുണ്ട്. ലൈസ മിന്നാ മല്ലം യർഹം സ്വഗീറനാ വയഅരിഫു ഹഖ്ഖ കബീരിനാ. നമ്മളെ മക്കള് മദ്രസയിൽ പഠിക്കുന്നതാണ്. ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കേണ്ടതുണ്ട്. പ്രായമുള്ള ആളെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കാത്തവരും ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ലെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് മദ്രസയിൽ പഠിച്ച മക്കളല്ലേ നമ്മള്. അപ്പൊ നമ്മുടെ സമുദായം, നമ്മുടെ സമൂഹം, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ചെയ്യുന്നല്ലേ, പേരുള്ള ചില ആളുകൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. ഉപ്പാനെ ചീത്ത വിളിക്കുന്നത് അതിങ്ങനെ ഒരു കോമഡി ആയിട്ട് അടിക്കാണ്. ഉമ്മാനെ ചീത്ത വിളിക്കുന്നു, ഉമ്മാനെ സംസാരത്തിൽ ഉമ്മാനെ അവമതിക്കുന്നു, ഉമ്മാനെ ചീത്ത വിളിക്കുന്നു, ഉമ്മയെ വഷളാക്കുന്നു. അത് കോമഡിയായിട്ട് ഭയങ്കര സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നു. കുടുംബ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെടുന്നു. ഉമ്മയും വാപ്പയും മക്കളെല്ലാം കൂടി കണ്ടിട്ട് ചിരിക്കുന്നു. നഊദു ബില്ലാഹ്. കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം. ഏറ്റവും പരിശുദ്ധമായ ബന്ധം. സുബ്ഹാനല്ലാഹ്. പഴയ കാലം മുതൽ തന്നെ നമ്മുടെ മലയാളക്കരയിൽ പ്രത്യേകമായും, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങോട്ടുണ്ട്, ഞങ്ങളൊക്കെ കണ്ണൂർ ജില്ലേന്റെ ഫാഷൻ അങ്ങോട്ടാണ്. അവിടെ ഭാര്യന്റെ വീട്ടിലാണ് ഭർത്താക്കന്മാര് താമസിക്കുക. ഇവിടൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ താമസിക്കലല്ലേ? അല്ലേ? അങ്ങനല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഭാര്യന്റെ വീട്ടിലാണ് താമസിക്കുക. എവിടെയും അറകൾ ഉണ്ടാക്കുന്നതിനാണ്. ഭാര്യയും ഭർത്താവും സ്വകാര്യ ജീവിതം സന്തോഷത്തിൽ ജീവിക്കാനാണ് അടച്ചുറപ്പുള്ള അറ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പൊ ചുംബനം കൊടുക്കാൻ അറ വേണ്ടതില്ല. അത് നടുറോഡിലായാലും വീട്ടിന്റെ മുറ്റത്തായാലും തോണിയിലായാലും ബോട്ടിലായാലും കപ്പലിലായാലും ഫ്ലൈറ്റിലായാലും ചുംബനം കൊടുക്കുന്നു എന്ന് മാത്രല്ല, അത് പിടിക്കാൻ വേണ്ടി വേറൊരുത്തന് ഇവരെന്നെ ഏൽപ്പിച്ചിട്ട് അവരെന്നെ അപ്ലോഡ് ചെയ്യാൻ. ഇത്ര ഭക്ഷണന്മാരായി നമ്മൾ മാറിപ്പോകുന്നത് ഖേദകരമല്ലേ? ഹയാ ഉയർത്തപ്പെടുന്ന കാലം വരുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ കൂട്ടത്തിലെ ഒരു സങ്കടമാണ് ഞാൻ പറയുന്നത്. ഭർത്താവിനോട് വളരെ ബഹുമാനത്തിൽ സംസാരിക്കേണ്ടുന്ന പെണ്ണ്, ഭാര്യയോട് വളരെ സ്നേഹത്തിൽ ഇടപെടേണ്ടുന്ന ഭർത്താവ്, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നതും പരസ്പരം കയർക്കുന്നതും അതൊരു കോമഡിയായിട്ട് കണ്ടിട്ട് ഷെയർ ചെയ്യപ്പെടുന്നില്ലേ? നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും അത് കാണുന്നില്ലേ? അത് അറിയാതെ നമ്മുടെ സംസ്കാരമായി മാറുന്നില്ലേ?
ഭർത്താവിനെ കൂടെ കയർത്ത് സംസാരിക്കുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരാൾ ഒരു പെണ്ണ് ഭർത്താവിന്റെ മുഖത്ത് നോക്കി കനത്തിൽ സംസാരിച്ചാൽ, അവന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ അവളെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഏറെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു കാലമായിരുന്നു നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പയോട് ഇടപെടുന്ന സ്വഭാവം. നമ്മളെ മക്കളൊക്കെ അത് കണ്ടിട്ടാ വളർന്നത്. നമ്മളെ ഉപ്പാനോട് നമ്മളെ ഉമ്മ എങ്ങനെയാ പെരുമാറിയത്? നല്ല അതബിലാണ്. എന്നാ ഉപ്പ ഉമ്മാനോട് എങ്ങനെയാ പെരുമാറിയത്? ഹിറ്റ്ലറിസമാ? അടിയ? അല്ല, വളരെ സ്നേഹത്തിലാണ്, തലോടലും കാവലുമാണ്. നല്ല ബന്ധങ്ങൾ കണ്ടിട്ട് വളർന്നവരാണ് നാം. നമ്മുടെ തലമുറ കാണുന്നത് അതല്ല. അവർ ഉമ്മനെയും ബാപ്പനെയും ചീത്ത വിളിച്ചിട്ട് കാണുന്നതാണ്, കേൾക്കുന്ന നമ്മൾ കാണുന്ന. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. എത്രയേ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് കേൾക്കണ ശബ്ദം ഈ ശബ്ദമല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുള്ള സംസാരം, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ പറയണത് ഒരു അല്പം സൗണ്ട് കൂടിയതാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ പരാതി പറയാൻ വേണ്ടി വന്ന ആൾ ഇത് കേട്ടപ്പോൾ പരാതി പറയാതെ തിരിച്ചു പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്നയാളെ കണ്ടു. അയാൾ മുറ്റത്ത് തന്നെ മടങ്ങിപ്പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചിട്ട് ചോദിക്കും, നല്ല സഹോദര, നിങ്ങൾ എന്തിനാണ് വന്നത്? വന്നിട്ട് നിങ്ങൾ എന്തേ പെട്ടെന്ന് പറയാതൊന്നും മണ്ടാതെ പോകുന്നത്? ഇയാള് പറയുന്ന, അമീറുൽ മുഅ്മിനീൻ, ഞാൻ എന്റെ ഭാര്യയുടെ സ്വഭാവത്തെ പറ്റി പരാതി പറയാൻ വന്നതാണ്. ഞാൻ എന്റെ ഭാര്യന്റെ സ്വഭാവത്തെ പറ്റി പരാതി പറയാൻ വന്നതാണ്. പിന്നെ നിങ്ങളെന്താ പരാതി പറയാത്തത്? അപ്പൊ പറയാൻ, ഇവിടുന്ന് പെണ്ണുങ്ങളെ വർത്താനം കേട്ടപ്പോ ഇതിനേക്കാളൊക്കെ ബെറ്റർ നമ്മളെ പുറക്കന്നെയാന്ന് മനസ്സിലാക്കിയിട്ട് പരാതി പറയാതെ തിരിച്ചു പോവുകയാണ്. സത്യത്തിൽ ഈ കുടുംബ കലഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ അറിയോ? നമുക്ക് അല്ലാഹു തആല സംസാരിക്കാൻ എത്ര നാവാ തന്നത്? ഒരു നാവാണ്. കേൾക്കാൻ അല്ലാഹു 2 കാതാണ് തന്നത്. എന്ന് പറഞ്ഞാൽ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാണ് വേണ്ടത്. പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കണം. കേൾക്കാനുള്ള ക്ഷമ വേണം. പെണ്ണുങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്, അവർക്ക് ചില പെണ്ണുങ്ങൾക്ക് അടി ചോദിച്ചു വാങ്ങണം. അടിക്കാൻ പാടുണ്ടോ? മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എനിക്കൊരാളോട് കടുത്ത ദേഷ്യമാണ്, ഒരു പുരുഷനോട് എനിക്ക് ദേഷ്യമാണ്. ഭാര്യയെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങി നിൽക്കുന്നത്, ദേഷ്യം കൊണ്ട് അയാളെ ഞരവിങ്ങനെ എടുത്തു പിടിക്കുന്നു. എനിക്ക് അയാളോട് വെറുപ്പാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യമാരെ അടിക്കുന്നവൻ മാന്യനല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ അക്രമൻ നിസാഅ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ഭാര്യമാരെ ബഹുമാനിക്കുന്നവൻ മാന്യനാണ്, ഭാര്യമാരെ നിന്ദിക്കുന്നവൻ തരം താഴ്ന്നവനാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ പെണ്ണുങ്ങൾക്കുള്ളൊരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. പെണ്ണുങ്ങളെ അവമതിക്കാൻ പറഞ്ഞല്ല. അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ മറ്റുള്ളവരെ ചൂടാക്കുക എന്നുള്ളത് അവരൊരു പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചൂടാക്കാൻ പാടില്ല. നമ്മൾ ആണുങ്ങളാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ഖുർആന്റെ ഭാഷ നോക്കൂ നിങ്ങൾ. സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകാൻ അല്ലാഹു തആല ഏൽപ്പിച്ച ഒരു ടീമാണ് പുരുഷന്മാർ. ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണെന്ന്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് ഉറപ്പാണ്. നമ്മൾ പറയാണ്, നീ പോണ്ട, ഞാൻ എന്തായാലും പോകുന്നു. പെണ്ണുങ്ങളുടെ അടുത്ത വിഷയം, നീ പോണ്ടാന്ന് പിന്നെയും പറഞ്ഞു. ഞാൻ പോയ എങ്ങെന്താക്കലെന്ന പിന്നെ പെണ്ണുങ്ങളെ ചോദ്യം, നിങ്ങൾ എന്താക്കാനാ? ഒന്നും ആക്കാനില്ല. കുറെ പറഞ്ഞാൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ലാസ്റ്റ് വില്ലവരുടെ എന്താ? ഹിറ്റ്ലറിസ അടി. ഒരടി കൊടുത്തിട്ട് ഒരു പല്ല് പോയി. രണ്ടാമത്തെ അടിയുമേ കുറച്ചടി അടിക്കണ്ടുള്ളൂ, പിന്നെ പല്ലൊന്നും ഉണ്ടാവില്ല. അല്ലാഹു തആല നമ്മളെ സ്വഭാവം നന്നാക്കി തരട്ടെ. ഒരിക്കലും ഭാര്യമാരെ അടിക്കാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല. സഹോദരാ, നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് പെണ്ണുങ്ങള്, നമ്മുടെ മക്കളെ നോക്കി ജീവിക്കുന്നവരാണ് ഭാര്യമാർ. അവരെ നല്ല സ്നേഹത്തിൽ അവരോട് പെരുമാറേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഭാര്യമാര് നല്ല സ്വഭാവമുള്ളവരാണ്.
ആ സ്വഭാവം നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ സ്വഭാവമാണ് കുറച്ച് മോശം എന്ന് നമ്മൾ കരുതുകയും ചെയ്ത് നമ്മളെ കുടുംബത്തിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് പറയാണ്, സഹോദര, എന്റെ കാര്യം നീ ആലോചിക്കണ്ട. നിനക്ക് ഞാൻ അമീറാണ്, ഖലീഫയാണ്. നിന്റെ കാര്യം നീ പറഞ്ഞു. എന്റെ ഭാര്യന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്റെ ഭാര്യ വളരെ നല്ലവളാണ്. എന്റെ ഭാര്യ എത്ര നല്ലവളാണ്. നമ്മളെ ഭാര്യമാരെ കുറിച്ചൊക്കെ അങ്ങനെയാ പറയേണ്ടത്. നല്ല ഭാര്യയാണ് എന്റെ ഭാര്യ എന്നാണ് ആരോടും പറയേണ്ടത്. ഭാര്യനെ സംബന്ധിച്ച് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഭർത്താവിനെ സംബന്ധിച്ച് തീരെ പറയാൻ പാടില്ല. ഭാര്യനെ സംബന്ധിച്ച് കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ കുറ്റം പറഞ്ഞത് കേട്ടാൽ പിന്നെ ആ പെണ്ണുങ്ങളെ ഭാര്യന്റെ കൽബിൽ നമ്മളോട് ഭയങ്കര വേദനയായിരിക്കും, വിഷമായിരിക്കും. കിട്ടണ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് ഒരിക്കലും പെണ്ണുങ്ങളെ കുറ്റം പറയരുത്. അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഭാര്യ വളരെ നല്ലവളാണ്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരൽ എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല. എന്റെ മക്കളെ സംരക്ഷിക്കൽ, എന്റെ മക്കളെ നോക്കൽ എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല. എന്റെ വസ്ത്രം അലക്കിത്തരൽ എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല. അതൊക്കെ ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്. അങ്ങനല്ലേ ഭർത്താവാണ് ഭാര്യക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കേണ്ടത്, വസ്ത്രം കൊടുക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ്. ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഞാൻ എന്റെ ഉപയോഗത്തിൽ വന്നതാണ്. ഇനിയിപ്പോ പുരക്ക് വരും നാളെ ചള്ളം കേൾക്കാറ് മിസ്ബാഹിന്റെ വേദമുണ്ട്. ആണുങ്ങളൊക്കെയും അടുക്കളയിലും പെണ്ണുങ്ങളൊക്കെ പുറത്തു വേണ്ട. ഭക്ഷണം കൊടുക്കൽ ആണുങ്ങളെ ബാധ്യതയാണ്. വസ്ത്രം കൊടുക്കൽ ആണുങ്ങളെ ബാധ്യതയാണ്. നേരത്തെ തങ്ങളിപ്പ പറഞ്ഞില്ലേ പല്ലിക്കുത്തുക സുന്നത്താണ്. ശരിക്കും പല്ലിക്കുത്തണ സാധനം വാങ്ങിക്കൊടുക്കൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. പെണ്ണുങ്ങളിരിക്കും നല്ല ഉസ്താദ്, മാഷാ അല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഭാര്യ വളരെ നല്ലവളാണ്. അവൾക്ക് ഇതൊന്നും നിർബന്ധമില്ലെങ്കിലും ഞാൻ ഭരണത്തിന്റെ തിരക്കിൽ എന്നെ തന്നെ ഞാനങ്ങ് മറക്കുമ്പോൾ എന്നെക്കാൾ എന്നെ ഓർമ്മിച്ചിട്ട് എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്നവൾ എന്റെ ഭാര്യയാണ്. അവളാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, അവളാണ് വസ്ത്രം അലക്കി തരുന്നത്, അവളാണ് എന്റെ പൊന്നുമക്കളെ നന്നായി നോക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഭരണത്തിന്റെ തിരക്കിലാകുമ്പോ എന്റെ കാര്യം തന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പം ഭാര്യക്ക് കിട്ടേണ്ട ആനുകൂല്യം അല്ലെങ്കിൽ ഭാര്യനോട് ഇടപെടേണ്ട സമയങ്ങളൊക്കെ കുറയുമ്പോ അവളൊരു പരാതി പറഞ്ഞതാണ്. ആ പറഞ്ഞ പരാതിക്ക് സൗണ്ട് ഒന്നുകൂടി പോയതാണ്. നീ അത് കാര്യമാക്കണ്ട. ഒരു ഭർത്താവ് എന്ന നിലക്കത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിനക്ക് ഞാൻ ഖലീഫയാണ്. നിന്റെ പ്രശ്നം എന്നോട് പറഞ്ഞോളൂ, ഞാൻ പരിഹാരം നിർദ്ദേശിക്കുന്നതാ. അധിക വീട്ടിലും ബന്ധങ്ങൾ കടുപ്പം കൂടി പോകുന്നതും ബന്ധനങ്ങളാകുന്നതും അതാ പിരിഞ്ഞ് വെട്ടിമുറിച്ച് കഷ്ണം കഷ്ണമായി പോകുന്നതും ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിലാണ്. ഒരിക്കലും വഴക്കടിക്കരുത്. ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഖിറത്തുണ്ടാക്കുന്ന സംസാരം അരുത്. ഉമ്മമാരോട് കാര്യമായി ഞാൻ പറയുന്നത്, ഒരിക്കലും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനം പറയാന്ന്, അത് ചില പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണ്. നമ്മളെ ചള്ളം കയത്തും പരിസരത്തൊന്നും അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അവരെല്ലാവരും ഭർത്താക്കന്മാരോട് സ്നേഹത്തോടെ സംസാരിക്കുന്നവരാകാനാണ് സാധ്യത. നമ്മളെല്ലാം ഖൽബ് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. എത്രയോ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ് ഓരോ ദിവസവും ഉസ്താദുമാരുടെ ഒക്കെ മുമ്പിലെത്തുന്നത്, ജമാഅത്ത് കമ്മിറ്റിക്കാരൊക്കെ മുമ്പിലെത്തുന്നത്. ചില പെണ്ണുങ്ങൾ പറയുന്നു, എനിക്ക് ആ ഭർത്താവിനെ വേണ്ട, കല്യാണം കഴിഞ്ഞ് 3 കൊല്ലായി, 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്, പറയാണ് ഭർത്താവിനെ വേണ്ട, വേറൊന്നുമില്ല, ഭർത്താവിന്റെ കൂടെ വേണ്ട, എനിക്കോനെ വേണ്ട. ഇങ്ങനെ ഒരു കഥയില്ലാതെ ചിന്തയില്ലാതെ പിരിയുന്ന ചർച്ച നടക്കുന്ന മഹല്ലുകൾ എത്രയാണ്. സ്വഭാവദൂഷ്യം, നാവിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പലതും നെറ്റിൽ പലതും വരും, ഫോണിൽ പല ക്ലിപ്പുകളും വരും. ഇതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് കേട്ടിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് എന്ന് ചിന്തിച്ചിട്ട് സ്വന്തം കുടുംബത്തിൽ പയറ്റാൻ നിന്നാൽ കുടുംബജീവിതം തകരുന്നതിനൊരു പരിധി ഉണ്ടാകൂല. ഈ അഭിനയിച്ചു വിടുന്ന ആളുണ്ടല്ലോ,
ഓരോതെല്ലാം കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി. ഇത് കണ്ടിട്ട് നമ്മളെ ജീവിതത്തിൽ ഭർത്താവിനോട് ചീത്ത പറയാൻ നിന്നാൽ, ഭാര്യനെ അങ്ങനെ ചീത്ത പറയാൻ നിന്നാൽ, ഉപ്പാനോട് ചീത്ത പറയാൻ നിന്നാൽ നമ്മളെ ഈമാനും പോകും, ദുന്യാവും പോകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഞാനൊരു വിഷയത്തെ പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നത് മാത്രമാണ്. ബന്ധങ്ങളെല്ലാം സുഹൃതങ്ങളായി എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഭർത്താക്കന്മാര് ഭാര്യമാരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറേണ്ടതുണ്ട്. അവരുടെ ഖിദ്മത്തുകളൊക്കെയും കാര്യമായി കണ്ടറിയേണ്ടതുണ്ട്. എത്ര മണിക്കൂറുകളാണ് ഭാര്യമാര് കാര്യമായി വീട്ടിൽ പണിയെടുക്കുന്നത്. നമ്മളെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരൊറ്റ ദിവസം, ഇതിപ്പോ റമദാൻ മാസം കഴിഞ്ഞ സമയം, അല്ലാഹു തആല നമ്മളെ നോമ്പെല്ലാം സ്വീകരിക്കട്ടെ. അടുത്ത റമദാനും അതിനപ്പുറമുള്ള റമദാനും കുറേ റമദാനുകൾ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. റമദാൻ മാസത്തിലേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ പെണ്ണുങ്ങളോടും ഭർത്താക്കന്മാര് പറയണ, ഞാൻ പല സ്ഥലത്തും ചോദിക്കുമ്പോൾ അടക്കം ഉണ്ട്, നിങ്ങളുടെ നാട്ടിലുണ്ടാവും. ഭർത്താക്കന്മാര് ഭാര്യമാരോട് കാര്യമായിട്ട് വസിയത്ത് പറയും. ഉറങ്ങുമ്പോൾ എപ്പോൾ എന്നറിയാം, ഉറങ്ങാൻ കിടക്കുമ്പോൾ വൃത്തിയെല്ലാം കേട്ട് വന്നിട്ട് രാത്രി ഒരു 10-11 മണിക്ക് ഉറങ്ങാൻ കിടക്കും. ഭാര്യനോട് പറയും, അത്താഴത്തിന് 15 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചാൽ മതി. മനസ്സിലായില്ല? അത്താഴം കഴിക്കാൻ വേണ്ടി 15 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചാൽ മതി. ബാങ്ക് കൊടുക്കുന്നതിന്, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് മുമ്പ്. 15 മിനിറ്റ് മുമ്പ് നമ്മളെ വിളിക്കണമെങ്കിൽ 1.5 മണിക്കൂർ മുമ്പ് പെണ്ണുങ്ങൾ എഴുന്നേൽക്കണം, ചുരുങ്ങിയത്. എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. എന്നിട്ട് നമ്മളെ ഒരിക്കൽ വിളിച്ച് നമ്മൾ അങ്ങോട്ട് കിടന്നു, അവരപ്പുറം പോയി. രണ്ടാമത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ പുറഞ്ഞു കിടക്കണുണ്ടാവും. അതെല്ലാം കൂടി മൂട്ടി രണ്ടാമതൊരു വിളിയും വിളിച്ച് ആദ്യമേ പോയി. ലാസ്റ്റ് പെണ്ണുങ്ങളൊരു സംസാരമുണ്ട്, ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലും. ഇതിൻ്റെ ഇടയിൽ ഈ അടുക്കളയിൽ നിന്ന് റൂമിലേക്ക് ഓടുന്ന ഓട്ടത്തിൻ്റെ ഇടയിൽ പെണ്ണുങ്ങൾ പറയും, ഹലാക്കിൻ്റെ മനുഷ്യൻ, നിങ്ങളെ വിളിക്കുന്നതിനേക്കാളും നല്ലത് ഈ സാധനം ഉണ്ടാക്കുന്നതിനേക്കാളും ഇറങ്ങാറാണ് നിങ്ങളെ വിളിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിപ്പായി കൊണ്ടുപോകും. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ബാക്ക് പോയിട്ട്, ഉസ്താദിന്റെ വാല് കേട്ടിട്ടില്ലേ, ഭർത്താവിനെ ശപിച്ചാൽ നരകത്തിലാണ്. സുബ്ഹാന ജല്ലജലാലുഹു. ഓളെ നരകത്തിലാക്കാൻ നീ ഉറങ്ങിയത്? സത്യത്തിൽ നമ്മൾ എത്ര വലിയ പൂരന്മാരാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അവരെടുക്കണ പണിയുണ്ടല്ലോ, ഒരു പപ്പടം മറിച്ചിടാൻ കഴിയില്ല നമുക്ക്. വളരെ നിസ്സാരമായി മറിക്കണ സാധനമല്ലേ പപ്പടം, അത് വെയിറ്റ് ഒന്നുമില്ലല്ലോ. അതുവരെ നമ്മൾ മറിച്ചിടൂല. നമ്മൾ പപ്പടം മറിച്ചിടണമെങ്കിൽ മരം മറിച്ചിടുന്ന അത്രയും കനായിരിക്കും. നമ്മൾ നിൽക്കൂല പണിക്ക്. അടുക്കളയിൽ നമ്മൾ കയറൂല, ഹോട്ടലിൽ നമ്മൾ പണിയെടുക്കും, പക്ഷെ വീട്ടിൻ്റെ അടുക്കളയിൽ നമ്മൾ കയറൂല. അത് പെണ്ണുങ്ങളുടെ ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷെ നമ്മൾ പെണ്ണുങ്ങളെ പരിഗണിക്കുന്നില്ല, ചിലപ്പോൾ പരിഗണന വിട്ടുപോകുന്ന ഞാൻ പറഞ്ഞത്. റമദാനു ശരീഫിൽ എത്രയാണ് അവർ ഡ്യൂട്ടി എടുത്തത്. എന്നാ പെരുന്നാളിന്റെ സമയത്തോ നമ്മളോട് വഴക്കെല്ലാം പറഞ്ഞിട്ട് വാങ്ങി വെച്ച നല്ല ചുരിദാറുണ്ട്, നല്ല സാരിയൊക്കെ ഉണ്ട്, നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് ഉടുക്കാൻ സമയമില്ല. 10 മണിക്ക് നിസ്കാരമെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരെ വീട്ടിലെല്ലാം പോയി നിങ്ങൾ വരുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ ഉണ്ടാവും ആ കരിഞ്ഞ മാക്സി ഇട്ടിട്ട് നിൽക്കണം. നീ എന്താ ഡ്രസ്സ് മാറ്റാത്തത്? നോക്കുമ്പോ പെണ്ണുങ്ങളെ കയ്യിൽ മറ്റേ സാധനമാണ്, ബിരിയാണി ഇളക്കുകയാണ്, തീർന്നിട്ടില്ല, രാവിലെ തുടങ്ങിയ സംഗതിയാ. ഇതന്നെ പരിപാടി. എപ്പോഴും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് പെണ്ണുങ്ങൾ. ഇത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അവർക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇടപെട്ടാൽ കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല. എത്ര മണിക്കൂറുകളാണ് എത്ര കിലോമീറ്ററുകളാണ് പ്രവർത്തിക്കുന്നത്, നടക്കുന്നത്. പെണ്ണുങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മൾ ഈ പണി എടുക്കണമെങ്കിൽ ഇത് കൊണ്ടുവരുന്ന ഒരാൾ വേണം. ഇത് നമ്മുടെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് കൊണ്ടുവരാൻ ഒരാളില്ലാതെ ആയി പോയാൽ പിന്നെ നമ്മൾ നോമ്പിനും പെരുന്നാളിനും പണിയെടുക്കേണ്ടി വരില്ല. ഈ അരിയും ഈ ആടും ഈ മട്ടനും ഈ ചിക്കനെല്ലാം വീട്ടിലെത്തിയത് നമ്മുടെ ഭർത്താവാകുന്ന യന്ത്രം പോലെ നമുക്ക് വേണ്ടി വിദേശത്തും നാട്ടിലും പ്രവർത്തിക്കുന്ന ഒരു സമയം ഒരു ഓവർ ടൈം, അരമണിക്കൂർ ഓവർ ടൈം കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് ചിന്തിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എത്ര ചെറുപ്പക്കാരാണ്. എന്നോടൊരു ചെറുപ്പക്കാരൻ മുമ്പ് ഷാർജയിൽ നിന്ന് പറഞ്ഞു, ഉസ്താദേ 6 കൊല്ലമായി ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 6 കൊല്ലമായി ഞാൻ ചായ കഴിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ എപ്പോഴെങ്കിലും ചായ കുടിച്ചിട്ടുണ്ടാവൂല എന്നുള്ള അർത്ഥത്തിനല്ല, എന്നോട് പറഞ്ഞ ഒരു ഭാഷയാ ഞാൻ പറഞ്ഞ. 6 കൊല്ലമായി ഗൾഫ് നാട്ടിൽ നിന്ന് വന്നിട്ട് 6 കൊല്ലമായി ചായ കഴിച്ചിട്ട്. പള്ളിയിലൊക്കെ പോയാൽ വെള്ളം കുടിക്കലാണ് പതിവ്, ഓഫീസിൽ നിന്ന് പച്ച വെള്ളം കുടിക്കലാണ് പതിവ്. ചായ കുടിച്ചാൽ ഒരു ദിർഹം നഷ്ടപ്പെട്ടു പോകും. വീട്ടിൽ ഉപ്പാക്ക് ശ്വാസം മുട്ടിന്റെ രോഗമുണ്ട്, ഉമ്മക്കും ചെറിയ പ്രശ്നമുണ്ട്, പെങ്ങന്മാര് 3 ആളെ കെട്ടിക്കാനുണ്ട്, ഭാര്യയും ചെറിയൊരു കുട്ടിയുമുണ്ട്.
അതുകൊണ്ട് ചായ കുടിക്കാറില്ല. കിട്ടണത് നാട്ടിലേക്ക് അയച്ചാൽ എത്തണില്ല എന്നാ പറയുന്നത്. ഇങ്ങനത്തെ ചെറുപ്പക്കാരും നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കൂട്ടത്തിലുണ്ട്. വലിയ സമ്പന്നരുണ്ടാകാം, അവരെ നമുക്ക് മാറ്റിവെക്കാം. അതല്ലാതെ സാധാരണഗതിയിലല്ലേ അധികം ആളുകളുമുള്ളത്. അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമാണ് നിങ്ങൾ ഈ അടുപ്പിന്റെ മേലെ കുക്ക് ചെയ്തിട്ട് കുക്കറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പാത്രത്തിന്റെ ഉള്ളിലിട്ട് കൈ ഇളക്കുന്ന ഈ കയ്യിൽ കൊണ്ട് ഇളക്കണ ഭക്ഷണമില്ലേ, ഈ ബിരിയാണിയില്ലേ, ഇത് ഈ ചെറുപ്പക്കാരന്റെ വിയർപ്പിന്റെ മണമുള്ളതാ. അത് പെണ്ണുങ്ങളും തിരിച്ചറിയുകയാണെങ്കിൽ ആ വീട് സ്വർഗതുല്യമാ. എന്റെ ഭർത്താവ് കൊണ്ടുവന്നതാണ് ഈ ഭക്ഷണ സാധനം എന്ന് ഭാര്യയും, എന്റെ ഭാര്യയാണിത് പാചകം ചെയ്യുന്നത് എന്ന് എന്റെ ഭർത്താവും ചിന്തിച്ചാൽ ആ വീട് സ്വർഗമാണ്. ഞാൻ കൊണ്ടുവന്നിട്ടല്ലേ എന്ന് ഭർത്താവ് പറയുകയും ഞാൻ ഉണ്ടാക്കിയിട്ടല്ലേ എന്ന് ഭാര്യയും പറഞ്ഞാൽ അവിടെ അടി തുടങ്ങുകയാണ്. ഞാനല്ലേ കൊണ്ടുവന്നത് എന്ന് ഊക്കില് നീ പറഞ്ഞാൽ ഞാനല്ലേ ഉണ്ടാക്കിയതെന്ന് പെണ്ണുങ്ങൾ ചോദിച്ചാൽ അടി തുടങ്ങുകയാണ്. അവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്, അവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത്. ഞാൻ ആ ഭാഗം വിശദീകരിക്കല്ല. നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഭാര്യയും ഭർത്താവും എത്രമാത്രം സന്തോഷത്തിൽ ജീവിക്കുന്നുവോ അത്രയും സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് മക്കളും ഉണ്ടാവുക. നമ്മുടെ സ്വഭാവം കണ്ടിട്ടല്ലേ അവര് വളരുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ ഉമ്മയോടും ബാപ്പയോടും കാരുണ്യമുള്ളവരാകാനും ബഹുമാനമുള്ളവരാകാനും നമ്മളൊന്ന് നന്നായേ പറ്റൂ. ഞാൻ എൻ്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട്, എന്നെ കേൾക്കുന്ന കൂട്ടുകാരോട് പറയാണ്, ഉമ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ലോകമാണ്. ബാപ്പ എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ ലോകമാണ്. ആ ഉമ്മയെയും ബാപ്പയെയും ഒരാള് സങ്കടപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഏത് കുറ്റങ്ങളും അതിന്റെ തെറ്റുകൾ, അതിന്റെ ശിക്ഷകൾ അല്ലാഹു തആല ഒന്നുകിൽ ദുനിയാവെന്നല്ലെങ്കിൽ ആഖിറത്തുനിന്ന് കൊടുക്കും. അത് മുന്തിക്കുകയും പിന്തിക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുകയും മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, തെറ്റുകളുണ്ടല്ലോ, അതൊരിക്കലും ദുനിയാവെന്ന് അനുഭവിക്കാതെ കണ്ണടച്ച് പിരിയൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ അടുത്ത് വളരെ വേദനയുള്ള ഒരു സംഗതി ഞാൻ കേട്ടു. ഒരു മകൻ ബാപ്പയെ പച്ചക്ക് ചീത്ത വിളിച്ചു. ഒരു മകൻ ബാപ്പയെ പച്ചക്ക് ചീത്ത വിളിച്ചിട്ട് മകൻ ബാപ്പയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഉണ്ടാക്കിയത്? സുബ്ഹാന ജല്ല ജലാല് +2 പഠിക്കുന്ന മോനാണ് പോൽ, നിങ്ങൾ എന്തിനാണ് എന്നെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് നല്ല പച്ചക്ക്, നമുക്ക് സ്റ്റേജിൽ നിന്ന് പറയാനൊന്നും പറ്റാത്തൊരു ഭാഷയാണ് പറഞ്ഞത്. ഞാൻ കേട്ടിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്ന കൂട്ടത്തിൽ വേറെ ഒരാള് പള്ളിയിൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമുള്ള ഒരു സംസാരത്തിലാണ് ഇതിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞത് മഹലിലുള്ളൊരു വിഷയമാണ്. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ കൂടുതൽ സങ്കടപ്പെടേണ്ടതില്ല. ഈ ചീത്ത കേട്ട ചെറുപ്പക്കാരൻ്റെ ഉപ്പ, അയാൾ ചെറുപ്പക്കാരന് 40-45 വയസ്സേ പ്രായമുള്ളൂ. ഈ ഉപ്പക്ക് ഇയാളെ പറ്റി പറയാണ്, ഇവനില്ലേ, ഇവൻ ഉമ്മാന്റെ പള്ളക്ക് പണ്ട് ചവിട്ടിയവനാണ്. ഉമ്മ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മാനെ ചീത്ത വിളിക്കും. ഉമ്മ കാട് വയക്കാനൊക്കെ പോകുന്ന പണിയെടുത്തിട്ടാണ് അവരെ പോറ്റിയത്. അന്ന് ഉമ്മ ചോദിക്കുന്ന പൈസ കൊടുക്കാൻ ഉമ്മന്റെ അടുക്കലില്ല. ഞാൻ ഉമ്മയെ ചവിട്ടിയിട്ട് ഉമ്മാന്റെ പെട്ടി തുറന്നിട്ട് പൈസ എടുത്തു പോകുന്ന മോനാണ്. ഒരൽപ്പം പ്രായമായപ്പോൾ, ഒരൽപ്പം പക്വത വന്നപ്പോന്ന് നേരെയായതാണ്. ചെറുപ്പത്തിൽ ഇവനെ കൊണ്ട് ഉമ്മ അടുത്ത വീട്ടിൽ രാത്രി പോയി താമസിക്കാറുണ്ട്. ഉമ്മ അടുത്ത വീട്ടിൽ പോയി താമസിക്കാൻ ഇവനെ പേടിച്ചിട്ട്. അങ്ങനത്തെ മോനാണ് ഈ ഉപ്പ എന്ന് പറയുന്നത്. അയാളെ മകൻ അവനെ ചീത്ത വിളിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, കരളിന്റെ കഷ്ണങ്ങളായ
ചെറുപ്പക്കാരികളെ, ഉമ്മയെയും ബാപ്പയെയും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. ഒരു വാക്കുകൊണ്ട് ഫലാ തഖുല്ലഹുമാ ഉഫിൻ, പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ ഓർമ്മയില്ലേ? വളരെ നിസ്സാരമായ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾ നിങ്ങളുടെ ഉമ്മ ബാപ്പമാരെ സങ്കടപ്പെടുത്തരുതേ. അവരോട് ഛേ എന്ന വാക്ക് പറയരുതേ. ഒരു വാക്ക് മതിയാകും സങ്കടപ്പെടുത്താൻ, ഒരു വാക്ക് മതിയാകും കൽബൊന്നും മുറിഞ്ഞു പോകാൻ. നിങ്ങൾക്കതിപ്പോൾ മനസ്സിലാകില്ല. നിങ്ങളെ മകൻ നിങ്ങളോട് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിക്കൂ. എല്ലാം എന്റെ മകനോടാണ്, എന്റെ പാസ്വേഡും എന്റെ യൂസർ നെയിമും എന്റെ മകനറിയാം, എന്റെ പെട്ടിയുടെ നമ്പർ എത്രയാണ് എന്റെ മകനറിയാം, എന്റെ ചാവി എവിടെയുള്ളത് എന്റെ മോനറിയാം. കാരണം ഞാൻ എന്റെ മകനോട് അത്ര ബന്ധത്തിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞത്, എന്റെ മോൻ ചെറിയ 7 വയസ്സുള്ള മോനെ, വളരെക്കണ്ട ഉസ്താദിനെ പറ്റി പറഞ്ഞാണ്. ഒരു ഉദാഹരണം പറഞ്ഞതാ. നിങ്ങൾക്ക് എല്ലാം അങ്ങനെ തന്നെയല്ലേ? സ്വന്തം മക്കൾ അങ്ങനെയാണ് വളർത്തുക. ആ മകൻ ഒരു 500 ചോദിച്ചപ്പോ, 1000 ചോദിച്ചപ്പോ, അല്ലേ മോനെ നിന്റെ പെട്ടിന്റെ നമ്പർ എത്രയാണെന്ന് വെച്ചു. പെട്ടി ലോക്ക് ചെയ്തിട്ടുള്ള നിന്റെ നമ്പർ എത്രയാണ്? മോൻ പറയണില്ല. മോൻ പറയണ ഞാൻ വന്നിട്ട് തുറന്നു തരാം. മോനെ നിന്റെ അലമറയുടെ ചാവിയുടെ ചുപ്പ. മോൻ പറയാണ് അപ്പുറത്തുനിന്ന്, നിങ്ങൾക്ക് എന്തിനാ ചാവി? ഞാൻ വന്നിട്ട് തുറന്നു തരാം. അത് നിങ്ങളെ സങ്കടപ്പെടുത്തോ ഇല്ലേ? സങ്കടപ്പെടുത്തു. ഒരു ബാപ്പയോട് ഒരു മകൻ അങ്ങനെ പറഞ്ഞാൽ സത്യത്തിൽ ഈ ബാപ്പക്ക് തുറന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു മകനിൽ നിന്ന് അതൊരു ഉപ്പ പ്രതീക്ഷിക്കുന്നില്ല. ഫുൾ ഓപ്പൺ ആകാനാണ് ഏതൊരു ഉപ്പയും ആഗ്രഹിക്കുക. ആ വാക്ക് നിങ്ങളെ സങ്കടപ്പെടുത്തുമോ? നിങ്ങളുടെ വാക്ക് നിങ്ങളെ ഉമ്മാന്റെയും ബാപ്പന്റെയും മനസ്സിന് എത്രമാത്രം മുറിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആലോചിക്കാനാണ് ഞാനിത് പറഞ്ഞത്. പറഞ്ഞു പോയവരുണ്ടെങ്കിൽ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറയലല്ലാതെ, പൊരുത്തപ്പെട്ടു അവരെ നാവ് കൊണ്ട് കൽബ് തട്ടി പറയിപ്പിക്കലല്ലാതെ വിജയിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കണ്ണടയുന്നതിന് മുമ്പ് ദുനിയാവെന്ന് അനുഭവിക്കാതെ പിരിയൂല. വളരെ കടുപ്പമുള്ള ബന്ധമാണ് ഉമ്മയും ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം. ഉമ്മാനോട് തന്നെ ഭയങ്കര ദേശത്തിലാണ് ചില ആളുകൾ സംസാരിക്കുക. ഉമ്മാനോട് വളരെ കടുപ്പത്തിലാണ് സംസാരിക്കുക. നീന്നൊക്കെ വിളിക്കും ചില ആള്. അത് നമ്മുടെ മംഗലാപുരം ഭാഗത്ത് ഉമ്മാനെ നീന്നാ വിളിക്കുക. എന്റെ പെങ്ങളെ കെട്ടിച്ചെന്ന് അവിടെ ഉച്ചിലത്ത്. പെങ്ങളെ ഭർത്താവ് ഖബറിലാണ്. അല്ലാഹുവേ ഖബർ സ്വർഗ്ഗായി കൊടുക്കണം റഹ്മാൻ. അവിടെയൊക്കെ വീട്ടിൽ ഉമ്മാനെ നീന്നാ വിളിക്കും. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അള്ളാനെ നീന്നല്ലേ വിളിക്കുന്ന, അതുകൊണ്ടാണ്. അത് ചീത്ത പറഞ്ഞ് വിളിക്കണല്ല, ബഹുമാനിച്ച് വിളിക്കുന്നതെന്ന്. അത് അവരെ നാട്ടിന്റെ ശൈലായതുകൊണ്ട് അവരെ ഞാൻ പറയണില്ല. നമ്മൾ നീന്ന് വിളിക്കണം എന്തിനാ? അല്ലെ, നമ്മൾ നീന്ന് വിളിക്കാൻ ഒരാൾ ചെറുതാക്കിയിട്ടല്ലേ? നമ്മൾ വലിയ ബഹുമാനിച്ചിട്ട് നിങ്ങൾ നല്ല വിളിക്കുക. അവിടെയൊക്കെ ഉമ്മാനെ നീന്ന് വിളിക്കണത് ഉമ്മാനെ അള്ളാനെ ബഹുമാനിക്കണ പോലെ ബഹുമാനിച്ച് വിളിക്കുന്നതാണ്. അവന് നമ്മൾ ഇടപെട്ടിട്ട് കാര്യമില്ല. നാട് മൊത്തം നന്നാകേണ്ട, ഭാഷ മാറ്റേണ്ട വിഷയം. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ഞാൻ പറഞ്ഞത് അതല്ലാതെ നീ എന്ന് വിളിക്കുന്ന നിന്യതയുടെ വാക്കുണ്ടല്ലോ, അതൊരിക്കലും ഉമ്മയോട് പറയാൻ പാടില്ല. ഉമ്മാനെ സങ്കടപ്പെടുത്താൻ പാടില്ല. മോനെ ആശുപത്രിയിൽ പോണോന്ന് ഉമ്മ പറയുമ്പോ, തന്നെയാന്നല്ലേ നിങ്ങൾ ആശുപത്രി, നിങ്ങൾക്ക് തന്നെയാണോ പണി? ഉമ്മാനോട് ചോദിക്കാൻ പാടില്ല. ആ സമയത്ത് ഉമ്മന്റെ കൽവിലൊരു ചെറിയ പൊട്ടല് വന്നാൽ അത് നിന്റെ ആഖിറത്തിന് വലിയ മോശമാണ്, നഷ്ടമാണ്. നിന്റെ ദുനിയാവിലെ പവറിന് തന്നെ അതൊരു ചെറിയ പോരായ്മയാണ്. ചില മക്കൾ ഉമ്മാനോട് നല്ല സ്നേഹത്തിലുണ്ടാവും, ബാപ്പാനോട് അത്ര വലിയ അടുപ്പുണ്ടാവില്ല. കാരണം എന്താണ്? ഉപ്പ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു ഗൗരവത്തിൽ നിൽക്കണ സ്വഭാവക്കാരൻ. അധിക ഉപ്പമാർ ഇവിടെ തന്നെ ഉണ്ടാവും. ഉമ്മാനോടാണോ നമുക്ക് വിഷയങ്ങൾ കൂടുതൽ പറയാൻ വേണ്ടി സൗകര്യമുള്ളതല്ല, വാപ്പാനോടോ? ഉമ്മാനോടാണ്. സ്കൂളിലെ ഫീസ് ചോദിക്കാൻ വേണ്ടി ആരോടാ കൂടുതൽ മക്കൾക്ക് കയ്യാ? ഉമ്മ ഫീസ് ചോദിക്കും, മാഷ് ഫീസ് ചോദിച്ചു എന്ന് പറയാൻ ഉമ്മാനോടാ. ഉപ്പാനോട് ചിലപ്പം പത്രം വായിക്കുമ്പോഴോ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ പണിയെടുക്കുമ്പോഴെല്ലാം അതിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫീസ് ഊരിപ്പോവും. സ്നേഹമില്ലഞ്ഞിട്ടല്ല, അവരുടെ ഡ്യൂട്ടിന്റെ തിരക്കിലോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അത് പരിഗണിക്കാൻ കഴിയണമെന്നില്ല. ഉമ്മ അങ്ങനല്ല. ഉമ്മാക്ക് അല്ലാഹു തആല റഹ്മത്തിന്റെ ഒരു പ്രത്യേകമായ പവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുന്ന, എനിക്ക് ഏറ്റവും നല്ല ബന്ധം ആരോടാണ്, കടപ്പാട് ആരോടാണ്? നിന്റെ ഉമ്മയോടാണ്.
പിന്നെ ആരോടാ നബി? രണ്ടാമത്തെ ആൾ ആരാന്നാ ചോദ്യം. നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരാണ് നബിയെ? മൂന്നാമത്തെ ഏറ്റവും കടപ്പാടും ബന്ധമുള്ള ആളാരാണ് എന്നാ ചോദ്യം. തങ്ങൾ പറഞ്ഞു നിന്റെ ഉമ്മയോടാണ്. നാലാമത് ഇയാള് ചോദിക്കുന്ന പിന്നെ ആരോടാണ് നബിയേ? നിന്റെ ബാപ്പയോടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഉമ്മന്റെ പവറാണ്. ഗർഭം ചുവന്നതിലും പ്രസവിച്ചതിലും മുലയൂട്ടിയതിലുമുള്ള കടപ്പാടിന്റെ കണക്കാണ്. ഒന്നും രണ്ടും മൂന്നും തവണ ഉമ്മയോടാണ് കടുപ്പമുള്ള ബന്ധം. അതേ സമയത്ത് ബാപ്പ എന്ന് പറയുന്നത് നാലാം സ്ഥാനത്ത് നിർത്തേണ്ട ആളാന്നല്ല ഈ പറഞ്ഞത്. ഉമ്മക്ക് അത്രമാത്രം ബഹുമാനമുണ്ട്. ബാപ്പന്റെ കഥ പറയാനില്ല ബാപ്പയോട്. പക്ഷേ ബാപ്പന്റെ സ്വഭാവം പലപ്പോഴും കാരുണ്യമുള്ളതായിട്ട് നമുക്ക് തോന്നേണ്ടതുണ്ട്. രക്ഷിതാക്കളോട് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഉരമുള്ള രീതി എപ്പോഴും എടുക്കണ്ട. മക്കളോട് കാരുണ്യമില്ലാതെ ഭയങ്കര കടുപ്പമുള്ള സ്വഭാവം ഒരിക്കലും നീ കാണിക്കരുത്. അവർക്കത് സഹിക്കാൻ വേണ്ടി കഴിയൂല. മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ, രുചിക്കാത്ത വിഭവം ഏവനും വെറുക്കുന്നതാ. മക്കളോട് കുറച്ച് സ്നേഹത്തിൽ പെരുമാറും. കുട്ടികളുടെ തലയിൽ തടവിക്കൊടുത്തവർക്ക് ബുദ്ധി കൂടും എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. കുട്ടികളെ തലയിലൊക്കെ വെറുതെ ഉമ്മയിലെങ്ങനെ തലയൊന്നും. കുട്ടികളെ രാവിലെ വിളിക്കുമ്പോൾ തന്നെ മദ്രസയിൽ പോകുമ്പോൾ 6 മണിക്കൊരു വിളിയുണ്ടല്ലോ. ഒരൊറ്റ പൊട്ടിക്കലാണ്. സുബ്ഹാനല്ലാഹ്, വിഷുവിന് പടക്കം പൊട്ടിച്ചാണ്. ആ പൊട്ടിക്കലോടുകൂടി ആ കുട്ടിൻ്റെ അന്നത്തെ ദിവസം പോയി. നാളെ നോക്കിയാൽ മതി. അങ്ങനെയല്ല, മോനെ തട്ടിയിട്ട് വിളിക്കണം. ചില ആൾ ഉമ്മമാരുണ്ട് അടുക്കളയിൽ നിന്നാ വിളിക്കാം. ചായ ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിലെ കുട്ടീനെ വിളിക്കും. അപ്പുറത്തെ റൂമിൽ കിടക്കുകയാണ് ആ കുട്ടി. അതിങ്ങനെ കേട്ടുകൊണ്ട് മൈക്കിൽ വാങ്ങിക്കൊടുക്കണ പോലെ ഇങ്ങനെ കേട്ട് 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 കുട്ടി എണീക്കുക. അല്ല, മെല്ലെ പോയി തട്ടി വിളിച്ചാൽ മോനെ മോളെ എഴുന്നേൽക്ക്, സമയമായി. മദ്രസയിൽ പോകേണ്ട 2ാം ക്ലാസ്സിലെ കുഞ്ഞ് അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലെ കുട്ടിയോട് കയർത്തിട്ടും അടിച്ചിട്ടൊന്നും വിളിപ്പിച്ചാൽ ആ കുട്ടിൻ്റെ ആ ദിവസം മുഴുവൻ നഷ്ടത്തിലാണ്. ഫുൾ മൂഡ് ഓഫ് ആവും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു, നല്ല സ്വഭാവം മക്കളോട് കാണിക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഇടക്കിടക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ നമ്മൾ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നാൽ മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നത്. തഴവൂസ്താൻ്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ഈ കുട്ടി ഇങ്ങനെ വിചാരിക്കും, പഠിച്ച റബ്ബേ, അപ്പുറത്ത് ആ കുട്ടിൻ്റെ ഓമൻ്റെ ഉപ്പ മരിച്ചിട്ട് നല്ല റാഹത്തുണ്ട്, ഓനൊരു ബുദ്ധിമുട്ടുമില്ല, ഉപ്പാനെ പേടിക്കണ്ടല്ലോ. നമ്മളെ ഉപ്പ ഇങ്ങനെ റിപ്പർ ചന്ദ്രനെ കണക്ക് ഭയങ്കര കടുപ്പത്തിൽ, പോലീസ് മുറ എപ്പോഴും എടുക്കടാ പാടാ പോടാ ഭയങ്കര കടുപ്പത്തിൽ. ഈ ഉപ്പ ഒന്ന് മരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇത് മദ്രസയിൽ പോകുന്ന കുഞ്ഞ് ഇത് വേറെ അറ്റാക്ക് വരാൻ എവിടെയും പോണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പ്രതിരോധ കുത്തിവെപ്പ് ജിഹാദ് മരിച്ചെന്നൊന്നും പറയണ്ട. നമ്മളെ സ്വഭാവം നന്നാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നല്ല സ്വഭാവത്തിൽ പെരുമാറണമെന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഉപ്പാന്റെ സ്വഭാവത്തെ പറ്റി മക്കളെ, എത്ര കടുപ്പമുള്ള സ്വഭാവമാണ് ഉപ്പാന്റെ എന്ന് പറഞ്ഞാലും ഉപ്പാന്റെ കൽബിന്റെ ഉള്ളിൽ പുറത്ത് കാണിക്കാൻ കഴിയാത്ത ഒരു നല്ല മനസ്സുണ്ട്. അത് എപ്പോഴും അടുത്ത് പുറത്തു വെച്ചാൽ പിന്നെ ആ കുടുംബത്തിന് നിലനിൽപ്പുണ്ടാകൂല. ഉപ്പയും ഉമ്മയും ഹാപ്പിയായിട്ട് ചിരിങ്കളിയായി നടന്നാൽ പിന്നെ ആ കുടുംബത്തിന് വലിയ വില ഉണ്ടാവൂല. സ്ട്രോങ് ആകേണ്ട സ്ഥലത്ത് സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ നടക്കൂല. അതുകൊണ്ടാ നിങ്ങൾ നോക്ക്, അധിക ഹമ്മും ഉപ്പമാരെ കൽബിലാണ്. ഞാൻ പല സ്ഥലത്തും വേദന പോയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ചോദിക്കും, ഇവിടെ നിങ്ങൾ ഉമ്മയും ബാപ്പയിൽ ഹയാത്തിലുണ്ടോ? അതുപോലെ പിരിവെടുക്കണ സമയത്ത് ഞാൻ ചോദിക്കും, ഉമ്മ ബാപ്പയിൽ ഹയാത്തിലുണ്ടോ? എന്തിനാണ്? അവർക്ക് വേണ്ടി വേർന്നാൽ ഇജാബത്ത് വേഗം കിട്ടുകൊണ്ട എന്ന സദസ്സിൽ നിന്ന് അധികവും, ഞാനിത് വെറുതെ പറയല്ല, നിങ്ങൾ യൂട്യൂബിന്റെ ലാസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, വേഹലിന്റെ ലാസ്റ്റ് പിരിവിൽ നടക്കുന്ന സമയത്ത് നോക്കിയാൽ മതി. ഉപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ ഉണ്ട് എന്ന് പറയും. അള്ളാഹു നമ്മളെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. വാപ്പമാർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗാക്കട്ടെ. ഞാനൊരു യാഥാർത്ഥ്യം പറയാൻ, അധിക വീട്ടിലും ഉപ്പമാര് നേരത്തെ മരിച്ചിട്ടുണ്ടാവും, ഉമ്മമാര് ഹയാത്തിലുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറയാം. എനിക്ക് തോന്നിയ ഒരു ചെറിയ വിഷയം അങ്ങനെയാണ്. അപ്പുറത്തെ വീട്ടിലെ മകളെ കല്യാണം കഴിയാണ്. ആ മകളെ കല്യാണം കഴിഞ്ഞ പോലെങ്കിൽ അവിടെ വീടുണ്ടാക്കി. ഇവിടെ ചെറിയ വീടും ചെറിയ സൗകര്യമാണ് ഉള്ളത്. പെണ്ണുങ്ങൾ ഭർത്താവിനോട് പറയാണ്, ആ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞ് ഓളെ കൂടെ പഠിച്ചല്ലേ നമ്മളെ മോള്, നമുക്കൊന്ന് അന്വേഷിക്കണ്ട, നിങ്ങളെന്തെങ്ങനെ വെറുതെ തെരാപ്പാരാ നടക്കുന്നത്? പണിയെല്ലാം എടുക്കുന്ന മനുഷ്യനോടായി പറയുന്നത്. അപ്പൊ ഇയാള് പറയാണ്, ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാനിങ്ങനെ പണിയെടുക്കുന്നുണ്ട്, നോക്കാം, നമുക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി തുറക്കാതിരിക്കൂല. അപ്പൊ ഈ പെണ്ണുങ്ങൾ പറയാ,
അല്ല തുറക്കുന്ന നിങ്ങളിങ്ങനെ കാത്തുന്നോ? അടുത്ത വാക്കാണ്. അതിങ്ങനെ പറഞ്ഞ് കുറേ ദിവസങ്ങൾ ഇങ്ങനെ പോയി. ഇദ്ദേഹം കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്, കഴിയുന്ന അധ്വാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഈ പെണ്ണുങ്ങൾക്ക് അതൊന്നും പോരാ, വല്ങ്ങനെ വേണം. ഈ അടുത്തൊരാൾ പറ്റി പറഞ്ഞു 35 പവന് കൊടുക്കണമെന്ന് ഭർത്താവിനോട് പറഞ്ഞോലും, മകളെ കല്യാണം 35 പവന് കൊടുക്കണം. അപ്പൊ ആ ഭർത്താവ് പറഞ്ഞോലും, എന്നാ പിന്നെ നിന്റെ കുടുംബക്കാരോടെല്ലാം സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും. അത് പറ്റൂല, എന്റെ കുടുംബക്കാരോട് മാറ്റാനാ നിങ്ങൾ മകളുണ്ടാക്കിനാര് ഭാര്യ ചോദിക്കാണ്. നേരത്തെ പറഞ്ഞതിൽ പെട്ടതല്ലോ, മകളെ കല്യാണം വരികയാണ്, 35 പവൻ. നിങ്ങളുടെ നാട്ടിൽ കുറഞ്ഞു പോയെന്ന് എനിക്കറിയില്ല, എന്റെ നാട്ടിൽ വലിയ കൂടുതലാണ്. ഇന്നത്തെ വില അനുസരിച്ച് നിങ്ങൾ പോർക്കുന്ന കൂട്ടി നോക്കണം. സുബ്ഹാനല്ലാഹ്. അവൻ ഇത്രയും വലിയ സ്വത്ത് കൊടുക്കാനായിട്ടില്ല, കടത്തിലാണ്. അപ്പൊ എന്നാ പിന്നെ നമുക്ക് നിന്റെ കുടുംബക്കാരോട്, അവിടെ കുടുംബത്തിലെ കുറച്ച് സമ്പത്തുള്ളവരുണ്ട്, അവരോടൊക്കെ വിഷയം പറഞ്ഞ് നമുക്കൊരു മുഷാവറ ചെയ്യാലോ, കുടുംബല്ലേ. അത് പറ്റൂലെന്ന്. എന്റെ കുടുംബക്കാരോട് ചോദിച്ചിട്ട് മംഗലം കഴിപ്പിക്കാനാണോ നിങ്ങൾ മകളെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നത് മകളെ പ്രസവിച്ച ഇയാളെ ഭാര്യ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഭർത്താവിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇപ്പോൾ മൈക്കിൽ പറയുന്നില്ല, ഞാൻ ഉള്ള സംഗതി പറഞ്ഞതാണ്, ഇടയ്ക്ക് ഓർമ്മ വന്നതുകൊണ്ട്. ഉമ്മമാരേ, ഇതിങ്ങനെ കേട്ട് കുറെ കഴിയുമ്പോ ഭർത്താവ് പറയും, നിനക്കിതാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതി, ഞാനിങ്ങനെ വലിയ ടെൻഷനിലാണുള്ളത്. ഇതങ്ങ് പറയുമ്പോഴേക്ക് പെണ്ണുങ്ങളെ കണ്ണങ്ങ് നിറയും, പെണ്ണുങ്ങൾക്ക് വേഗം കരച്ചിൽ വരും, അവർക്ക് മൂക്കുന്ന് വെള്ളങ്ങനെ വരും. സുബ്ഹാനല്ലാഹ്, നെറ്റിയങ്ങ് പിടിക്കും. അവര് ഭയങ്കരമായിട്ട് മാറത്തൊരറ്റ അടിയങ്ങ് അടിച്ചിട്ട് കരയാൻ തുടങ്ങും. അപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ കിടന്നിറങ്ങുന്ന മക്കൾ എഴുന്നേറ്റ് വരുന്നത്. ഉമ്മ കരയുന്നു, ബാപ്പ ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കുന്നു. ഇവര് മനസ്സിലാക്കിയത് ഉമ്മാനെ അടിച്ചതാണ് എന്നാ ഉമ്മ കരയുന്നത് അവർ മനസ്സിലാക്കുക. അവരും കൂടെ ഉമ്മാന്റെ കൂടെ ഒരു മുന്നണിയായിട്ട് കരയാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. പെങ്ങളെ, ഉമ്മമാരെ, വളരെ നിസ്സാരമായ പ്രശ്നത്തിന് നിങ്ങൾക്ക് കരയാവുന്നതാണ്, നിങ്ങൾക്ക് നിലവിളിക്കാവുന്നതാണ്. വീട്ടിൽ നിങ്ങൾക്ക് കരയാൻ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് ബഹളം ഉണ്ടാക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ കരയാൻ പോലും വീട്ടിൽ സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യനാണ് ഈ നിൽക്കണ ഭർത്താവ്, കേട്ടോ. ഒരു വീട്ടിലെ ഉപ്പ കരഞ്ഞാ പിന്നെ ആ വീട്ടിൽ എന്തിനാണ് കൊള്ളുക? സിംഹം നിൽക്കണത് പോലെ വലിയ ഗൗരവത്തിൽ ഈ കരച്ചിലും മടക്കി പിടിച്ചിട്ട് ഹൃദയം പൊട്ടാനായി നിൽക്കുന്ന മനുഷ്യനില്ലേ? എല്ലാ ടെൻഷനും കൽബിന്റെ ഉള്ളിലിട്ടിട്ട് ഭാര്യ കരയുന്നു, മക്കള് കരയുന്നു, നിസ്സാരമായൊരു വാക്കിന്റെ പേരിൽ കരയുന്നു, വീട് കലഹിക്കുന്നു. അവർക്ക് കരഞ്ഞു തീർക്കാം. പെണ്ണുങ്ങൾ അവിടുന്ന് കരയുമ്പോൾ ആണുങ്ങൾ ഇപ്പുറത്തും കരഞ്ഞാൽ പിന്നെ അവസ്ഥ എന്താണ്? കരയാൻ പോലും കഴിയാത്ത മനുഷ്യനാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന സാധനം, ഭയങ്കര ഗൗരവത്തിൽ നിൽക്കണ സാധനം. അതുകൊണ്ട് ആ സഹോദരി എഴുന്നേൽക്കുന്നതിന് മുമ്പ് രാത്രി ഉറങ്ങിയതാണ്. നേരം വെളുക്കുമ്പോഴേക്ക് ഭർത്താവിന്റെ അടിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് ആണെന്നാ പറയുന്നത്. നിസ്കരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണുപോയി, പത്രം വായിക്കണ സമയത്ത് വീണുപോയി, ബസ് ഓടിക്കുന്ന ഡ്രൈവർ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോ അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അധിക വീട്ടിലും ഭർത്താക്കന്മാരെ കാണാനില്ല, ഉപ്പമാരെ കാണാനില്ല. ഈ കടുപ്പമുള്ള ഉത്തരവാദിത്തം കൽബിൽ ഇങ്ങനെ ഇട്ടിട്ട് നടന്നതുകൊണ്ട് പൊട്ടി മരിക്കുന്നതാണ്, കൽബ് പൊട്ടി മരിക്കുന്നതാണ്. അതുകൊണ്ട് ഉപ്പമാരെ കരയിക്കാതെ നോക്കണേ മക്കളെ, ഉപ്പമാരുടെ കണ്ണ് നിറയാതെ നോക്കണേ, മനസ്സ് പൊട്ടാതെ നോക്കണേ. ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. സുബ്ഹാന ജല്ല ജലാലു. ഉപ്പാന്റെ മനസ്സ് എന്ന് പറയുന്നത് മക്കളെ ഗൗരവമുള്ള മനസ്സാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയാൽ അത് നിങ്ങളുടെ തെറ്റാണ്. ഞാൻ പറയട്ടെ, ഒരു മകൻ, ഞാൻ എന്റെ സംസാരം നിർത്തുന്നു.